ആരുടെയെങ്കിലും കല്ലറ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടി വന്നാൽ ആദ്യം അവർ കല്ലറയിലെ മണ്ണ് രുചിച്ചു പരിശോധിക്കുമായിരുന്നു. മണ്ണിന് നേരിയ പുളിമധുരമുള്ള ഗന്ധമുണ്ടെങ്കിൽ മാത്രമേ കല്ലറ തുറക്കാൻ അവർ അനുമതി നൽകാറുണ്ടായിരുന്നുള്ളൂ. അത്തരത്തിലുള്ള കല്ലറകൾ സുരക്ഷിതമായി മാറ്റാനാകുമെന്നാണ് അവരുടെ വിശ്വാസം. ഒരു ദിവസം ഒരു സമ്പന്നൻ വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്ത് ആകാശിനെ വിളിച്ചു. തന്റെ പൂർവികരുടെ പേരില്ലാത്ത കല്ലറ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്നായിരുന്നു അയാളുടെ ആവശ്യം. എന്നാൽ ആകാശ് മണ്ണു രുചിച്ച നിമിഷം തന്നെ വായിൽ കനത്ത രക്തത്തിന്റെ ഗന്ധം നിറഞ്ഞു. ഇത് അതീവ അപകടകരമായ കാര്യമാണെന്ന് അവൻ ഉടൻ മനസ്സിലാക്കി. അവൻ കല്ലറയുടെ മുകളിൽ കയറി ചുറ്റും സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇത് അത്യന്തം അശുഭമായ സ്ഥലമാണെന്നും ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത് സാധാരണ മനുഷ്യനല്ലെന്നും അവൻ തിരിച്ചറിഞ്ഞു. അതിനാൽ ഈ ജോലി ചെയ്യാൻ വിസമ്മതിച്ച് അവിടെ നിന്നും മടങ്ങാൻ തുടങ്ങി. പക്ഷേ ഉടമ അവന്റെ പ്രതിഫലം 100 ഇരട്ടിയായി വർദ്ധിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. ഈ അവസാന ജോലി കഴിഞ്ഞാൽ ഈ തൊഴിൽ എന്നേക്കുമായി ഉപേക്ഷിക്കാം എന്ന് കരുതി ആകാശ് ഒടുവിൽ സമ്മതിച്ചു. കുറച്ചു നേരത്തിനു ശേഷം എല്ലാവരും ചേർന്ന് ശവപ്പെട്ടി പുറത്തെടുത്തു. എന്നാൽ കുഴി വീണ്ടും മണ്ണിട്ട് മൂടുന്നതിനിടയിൽ താഴെ നിന്ന് വിചിത്രമായൊരു ശബ്ദം കേട്ടു. ആകാശ് ഉടൻ മുട്ടുകുത്തിയിരുന്ന് വേഗത്തിൽ മണ്ണ് നീക്കാൻ തുടങ്ങി. അല്പസമയത്തിനകം താഴെ മറ്റൊരു ശവപ്പെട്ടി ഒളിപ്പിച്ചിരിക്കുന്നതായി അവൻ കണ്ടെത്തി.